ഉലകം ലൈറ്റ് ദ ഫാമിലി വ്ളോഗേഴ്സ്. കുറച്ചു മുമ്പ് ഞാൻ ഇവരുടെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഇവരുടെ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ഇടാനായിട്ട് എൻ്റെ ചാത്തൻ സ്വാമി എന്നെ അനുഗ്രഹിക്കല്ലേ എന്ന്. പക്ഷേ 35-ാം മിനിറ്റിൽ ആ വീഡിയോ ഇപ്പൊ അതാ കയറിക്കൊണ്ടിരിക്കുക അത്യാവശ്യം നന്നായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയുകയാണ്, എടാ നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ്. ഞാൻ പറഞ്ഞു എന്നാ കളിയാ, എന്നാ പറ്റി? അപ്പോഴാണ് അവൻ പറയുന്നത്, എടാ അതിന്റെ അപ്പുറത്തെ എക്സ്ക്ലൂസീവ് സാധനം എന്തേ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും നീ എനിക്ക് അയച്ചിട്, എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നിട്ട് അവൻ എനിക്കൊരു 2 ചാറ്റ് അയച്ചു തന്നു. എന്നിട്ട് ഒരു ആങ്കറുടെ പേരും പറഞ്ഞു. ആ ആങ്കറുമായിട്ടുള്ള ഈ ഗോകുൽ എന്ന് പറയുന്ന ഈ ഉപ്പുമുളകും ലൈറ്റിലെ ഇപ്പൊ റീസെന്റ്ലി ഒളിച്ചോടിപ്പോയ കുഞ്ഞൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ ചാറ്റ് ഞാൻ ലിറ്ററലി അത് കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ. സീരിയസ്ലി ഞാൻ ഞെട്ടിപ്പോയി. ആ ആങ്കറിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷെ ഇപ്പൊ കമന്റ് ബോക്സിൽ മിക്കവാറും ആ പേരുകളൊക്കെ വരും. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇത് അറിയുന്നത്? ഈ പേരൊക്കെ എനിക്ക് അറിയാൻ പാടില്ല. എങ്ങനെ നിങ്ങൾ അറിയുന്നു? നിങ്ങളിൽ കുറെ പേരൊക്കെ തന്നെ അറിയുന്നുണ്ട് ഈ പേരുകളൊക്കെ, നമ്മൾ അറിയുന്നതിനെക്കാട്ടിലും മുമ്പ്. ഹൗ ഇസ് ഇറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും. സോ ഞാൻ നേരത്തെ എൻ്റെ കുറച്ച് മുമ്പ് ഇട്ട ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അമ്മയും, അതായത് ഈ ഉപ്പുമുളകും ലൈറ്റിൽ ആ ഒരു അമ്മയും അച്ഛനും കൂടെ വന്ന് ഒരു കാര്യം പറയും. അത് കഴിയുമ്പോഴത്തേക്ക് മൂത്തമോൾ ഒരു കാര്യം പറയും, ഇളയമോള് കാര്യം പറയും. ഇവർ ഓരോരുത്തരും കാര്യം പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഭാഗം കേൾക്കുമ്പോൾ ഓക്കെ ഇത് കറക്റ്റ് ആണല്ലോ എന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഒരു രീതിയിലും എനിക്കൊരു കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് ഈ പൊന്നൂസ് എന്ന് പറയുന്ന ഈ ആദ്യം ഒളിച്ചോടിപ്പോയ മൂത്തമോളുടെ കൂടെയാണ്. വലിയ താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് അവരുടെ കൂടെ നിൽക്കാനായിട്ട്. എവിടേക്കോ എന്തൊക്കെയോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഇന്ന് രാവിലെ ആ പെൺകുട്ടി അവള് തന്നെ പുറത്തു വിട്ടിരിക്കുന്ന ഒരു ചാറ്റാണ് ഇപ്പം നമ്മുടെ കിടന്ന് കറങ്ങുന്നത്. നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടു കാണും, പക്ഷെ എനിക്കിനകത്ത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറയാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ആ ചാറ്റ് ഒന്ന് കാണാം, എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറയാം. അപ്പൊ ചാറ്റിന്റെ സ്റ്റാർട്ട് ഇങ്ങനെയാണ്: എന്തോ മിന്നായം പോലെ കണ്ടു എന്ന് അവൻ, അതായത് ഈ ഗൂഗിൾ അയച്ച മെസ്സേജിന് തിരിച്ച് കുറച്ച് ഇമോജീസ്, ലാഫിങ് ഇമോജീസ്, എന്നിട്ട് 2-3 ടൈംസ് ഇപ്പൊ തന്നെ ഞാൻ നോക്കി എന്നും പറഞ്ഞിട്ട് ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. അതെനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി, അല്ല ഇവൻ തന്നെ എന്തോ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. വോയിസ് മെസ്സേജ് ഇട്ടതിന് ശേഷം ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്നും, അല്ലല്ല ആ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് കേട്ടോ വോയിസ് ഇട്ടിരിക്കുന്നത്. അതിന് ശേഷം അവൻ വീണ്ടും ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഹൈലൈറ്റ്. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ കഴിഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് മറ്റേ ഓ ആ ഒരു ഐറ്റം ഉടനെ. ബട്ട് ഞാൻ അന്ന് കണ്ട പോലെ ഇത്രയും ഉണ്ടായില്ലല്ലോ. ഞാൻ അന്ന് കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായില്ലല്ലോ. ഇവൻ എന്ത് കണ്ടപ്പോളാ? നമ്മൾ ആലോചിച്ചങ്ങ് വേറെ കാട് കയറുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. നീ വല്ലതും ചെയ്ത അവൻ അന്ന് കണ്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടെ വലുതായിരുന്നു. നീ എന്തെങ്കിലും ചെയ്ത എന്താണത്? ഇത്രയും അല്ലല്ല, വലുതായിരുന്നല്ല, ഞാനന്ന് കണ്ടപ്പോ ഇത്രയും ഉണ്ടായിരുന്നില്ല. നീ എന്തെങ്കിലും ചെയ്ത് വലുതാക്കിയോ? എന്ത് വലുതാക്കിയോ? നിങ്ങൾ ആലോചിക്കുക, ഞാനൊന്നും പറയുന്നില്ല. ഉടനെ ആ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി പറയുകയാണ്, പോടാ മൈ, അത് ആ ഡ്രസ്സിന്റെ ആണ്. ഉടനെ അണ്ണം തിരിച്ച്, എന്നാലേ ഞാൻ കരുതി ഒന്നുമില്ലാന്ന്. എന്നാലേ ഞാൻ കരുതി ഒന്നും ഇല്ലാന്ന്. എന്തോ അവനൊന്നും ഇല്ലാന്ന് കരുതിയെന്ന്. ഷേ ഇപ്പം മനസ്സിലായി നല്ലോണം ഉണ്ട്. ചെറ്റ ഒരു ഇക്കിളിപ്പെടുത്തുന്ന ഒരു മെസ്സേജ് ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഇവൻ നടത്തേണ്ടതാണ് ഇപ്പൊ ഈ പൊന്നു എന്ന് പറയുന്ന പെൺകുട്ടി പുറത്തു വിട്ടിരിക്കുന്നത്. എന്റെ ആദ്യത്തെ ചോദ്യം, അവനെ നമുക്ക് പിന്നെ അങ്ങോട്ട് ശരിയാക്കാം. ആദ്യത്തെ ചോദ്യം, ഈ പൊന്നു എന്ന് പറയുന്ന പെൺകുട്ടി താങ്കൾക്ക് എങ്ങനെ ഈ സാധനമൊക്കെ കിട്ടുന്നു? ഒരുത്തന്റെ പ്രൈവറ്റ് ചാറ്റ് അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ആങ്കർ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് അയച്ചു തന്നതാണോ? എനിക്കറിയില്ല. ആ പെൺകുട്ടി അയച്ചു തന്നെയാണോ നിങ്ങൾക്ക്? പക്ഷെ ആ പെൺകുട്ടി എന്തിനാണ് നിങ്ങൾക്ക് അയക്കേണ്ട ഒരു കാരണം എന്താണ്? കാര്യം ആ പെൺകുട്ടി ലൈക്ക് വളരെ ഇന്റിമസി ഉള്ള ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ചാറ്റിൽ സംസാരിച്ചിരിക്കുന്നത്. അല്ലെ, നിങ്ങൾക്ക് അങ്ങനെയല്ല തോന്നുന്നത്? എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പിന്നെന്തിനാണ് ആ പെൺകുട്ടി നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് അയച്ചു തരുന്നത്? അതോ നിങ്ങൾ ഇവന്റെ ഫോൺ എടുത്ത് ഇവന്റെ ഫോണിനകത്തും എടുത്ത ചാറ്റാണോ? എന്താണെങ്കിലും അവൻ ചെയ്തതിനെ ഞാൻ ഇവിടെ ന്യായീകരിക്കുകയല്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്തും കൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ സൈഡിൽ അത്ര അങ്ങോട്ട് റൈറ്റ് ഒന്നും പറയാനില്ല. മനസ്സിലായില്ലേ? ഒന്ന് വേറെ തന്നെ ഫോൺ നോക്കുന്നത് ചറ്റത്തരം. ഇനി അതല്ല, നിങ്ങൾക്ക് ആ പെണ്ണ് അയച്ചു തന്നതാണെങ്കിൽ അവൾ ഇത്രയും ഇന്റിമസിയോട് സംസാരിച്ചിട്ട് പിന്നെന്തിനാ അവൾ ആ സാധനം പുറത്തു വിടുന്നത്? അത് തെറ്റല്ലേ? ഒരുത്തനായിട്ട് പണ്ട് ഡിങ്കോ അത് കഴിഞ്ഞ് അവൻ എങ്ങോട്ടെങ്കിലും, അല്ലെങ്കിൽ അവൻ വേറൊരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അവനെ കുങ്കോ അടിച്ച് കൊടുക്കണമെന്നാണോ? അപ്പം
നിങ്ങളെല്ലാവരും നല്ലവര്, ഇപ്പറേ നിൽക്കുന്നവര് ചീത്തവര്, ആ ഒരു മൂഡിന് വേണ്ടിയിട്ടാണോ? എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവൻ ചെയ്തതിനെ ഞാനിവിടെ മറ്റേ പ്രോത്സാഹിപ്പിക്കൊന്നുമല്ല കേട്ടോ. അവന്റെ ക്ലിപ്പ് എടുത്തത് സാധനം തന്നെ ആ പെൺകൊച്ചിനോടാ. ഞാൻ നേരത്തെ വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി തീരെ മെച്ചോർഡ് അല്ലാത്തൊരു പെൺകുട്ടി. എന്റെ പൊന്നുമോളെ, നിന്റെ ജീവിതം ഉദാഹവ, മനസ്സിലായില്ലേ? ഇന്നലെ ഞാൻ കുറച്ചു മുമ്പിട്ട് നിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനകത്ത് നിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന നിന്റെ ഭർത്താവ് നല്ല ഒന്നാം തരം ഒരു ഭർത്താവാ. നിന്നെ നല്ല വൃത്തിക്ക് അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ ഓക്കെ, മനസ്സിലായില്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നീ വീണ്ടും, നമുക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ, ഇവ വീണ്ടും ഇതേ കണക്കത്തെ പരിപാടിക്ക് പോകത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ, നമ്മൾ ഇവന്റെ കൂട്ടുകാരനൊന്നും അല്ല, അല്ലെങ്കിൽ ഇവന്റെ മാമനോ മറ്റൊന്നോ ഒന്നും അല്ല. ഓക്കെ, അതും കൂടി ഒന്ന് പറയണോന്ന് എനിക്ക് തോന്നി. പിന്നെ നന്ദനക്കുട്ടി, നീ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നീ നിന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ വോയിസ് ക്ലിപ്പ്, അല്ലെങ്കിൽ അവര് വോയിസ് ക്ലിപ്പ് എന്ന് അവര് സംസാരിക്കുന്നത്, നിന്നോട് അവർ പല രീതിയിൽ ഉപദേശിക്കുന്ന കാര്യങ്ങൾ, അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, അത് നീ മറ്റേ റെക്കോർഡ് ചെയ്ത് 6 മാസം പരിചയമുള്ള ഒരു കാമുകൻ അയച്ചു കൊടുത്തു. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. ആ ഒരു തെറ്റിന് ഒരു റിട്ടേൺ ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇവനെ പോലുള്ള ഒരാളുടെ കയ്യിൽ നീ പോയി ചാടിയത്. ഇല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. പൊന്നു മറ്റേ ചിരിച്ചു കളിച്ചിരിക്കണ്ട. എനിക്ക് ആ കുട്ടിയോട് എനിക്കൊരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് യോജിക്കാനൊന്നും പറ്റുന്നില്ല. ഇനി ഇതിന്റെ ഒക്കെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇതൊക്കെ ഒരു പ്ലാന്റ് ആണെങ്കിലോ, 3 ചാനൽ വളർത്തി കയറ്റുക. ഇന്ന് ഇങ്ങനെയുള്ള എന്ത് ഒരു കുടുംബത്തിലെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാ, അറ്റ്ലാസ്റ്റ് ക്യാഷ് മതി. അവര് അവരുടെ കുടുംബ പ്രശ്നങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പം പൊന്നു ആണെങ്കിലും ശരി, ഇപ്പം അല്ലെങ്കിൽ അച്ഛനമ്മ അവരാണെങ്കിലും ശരി, ഇന്ന് രാവിലെ ഇട്ടിരിക്കുന്ന ആ വീഡിയോയില് അവരവളുടെ മോളോട് പറയുന്ന രീതിയിലാണ് ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്നാ മോളെ നേരിട്ടങ്ങ് വിളിച്ച് പറഞ്ഞാൽ പോരെ? വീണ്ടും ഈ ടോപ്പിക് എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ദിനം പ്രതി? എന്തിനാ ചെയ്യുന്നത്? അവർക്ക് കണ്ടന്റ്, അതിനകത്തുനിന്ന് അവരുണ്ടാക്കുന്ന ഡോളേഴ്സ്, അത്രേ ഉള്ളൂ. നമ്മളും അതെടുത്ത് റിയാക്ട് ചെയ്ത് ഡോളേഴ്സ്, നമുക്ക് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ മാക്സിമം എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ കുറച്ച് പേരുടെയെങ്കിലും ഫ്രണ്ടിൽ നാറുന്നില്ലേ? കുറെ ആളുകളെ, നിങ്ങളുടെ സ്ഥിരം കാണുന്ന ആളുകളെ, ഇപ്പൊ പൊന്നുവിന്റെ സ്ഥിരം വീഡിയോ കാണുന്നവർ പൊന്നുവിനെ ജയ് വിളിച്ചോണ്ട് കിടക്കും, നന്ദനെ കണ്ടോണ്ടിരിക്കുന്നവർ ജയ് വിളിച്ചോണ്ട് കിടക്കും. ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി, അവരെ രണ്ടുപേരെ ഇഷ്ടമുള്ളവർ അവർക്ക് ജയ് വിളിക്കും. പക്ഷെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആളുകളുടെ ഫ്രണ്ടിൽ നിങ്ങൾ വീണ്ടും നാറുകയാണ്. അത് കൂടാതെ നമ്മളെ പോലെ റിയാക്ഷൻ ചെയ്യുന്നവർ കറക്റ്റ് ആയിട്ട് ഇതിനകത്തൊന്ന് വലിച്ചെടുക്കും എങ്ങനെയാണ് ഇതിന്റെ ഒരു ഗെയിം പോകുന്നതെന്ന്. അത് പറയുമ്പോൾ കുറെ ആളുകൾക്ക് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറെ ആളുകൾക്ക് അത് കണക്ട് ആവും, മനസ്സിലാവും. അതെന്റെ കുറച്ചു മുമ്പ് ഞാൻ ഇട്ട ഒരു വീഡിയോ എന്ന് വരെ എനിക്ക് മനസ്സിലായി. ആളുകൾക്ക് പറയുന്നത് കിട്ടുന്നുണ്ട്, എനിക്കത് പേഴ്സണലി മെസ്സേജസ് ആയിട്ടും വരാറുണ്ട്. ഇവിടെ എനിക്കിപ്പം തോന്നിയിരിക്കുന്ന ഒരു കാര്യം അതാ, ഞാൻ പൊന്നൂനെ ഒന്നും ഇപ്പം കുറെ പേര് എനിക്കൊന്ന് റിയാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് പൊന്നിയൊക്കെ നീ വിട്ടു, നീയൊക്കെ കാണിച്ച് ചെറ്റത്തരം നന്ദനയുടെ കെട്ടിയോനെ, നീ പെട്ടു, നീ 3G ആയി എന്നൊക്കെ പറയും. ഞാനും അതൊക്കെ അവനോട് പറയാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് സാധനം പുറത്ത് വിട്ടവരുടെ ഒരു എന്താണ്, അവരുടെ ഒരു മെന്റാലിറ്റി, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് അത് ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് ആരയച്ചു കൊടുത്തു, എവിടുന്ന് കിട്ടി, ഫോൺ ഇവന്റെ തപ്പിയെടുത്ത് പൊക്കിയോ, അതോ മറ്റേ ആൾ അയച്ചു കൊടുത്തോ, അങ്ങനെയാണെങ്കിൽ എന്തിന്, ഇതൊക്കെ ഞാൻ അന്വേഷിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പറയും. മനസ്സിലായില്ലേ? അങ്ങനെയും കൂടെ നമ്മൾ നോക്കണം, 2 സൈഡിലും നോക്കണം. അങ്ങനെ നോക്കിയില്ലെങ്കിൽ ഇവരുടെ ഈ കുടുംബ പ്രശ്നത്തിലുണ്ടല്ലോ, നമ്മൾ 3 പേരുടെ കേട്ടാൽ തന്നെ, അതായത് ഉപ്പുമുളകും ലൈറ്റ് ചാനലിൽ വരുന്ന കേൾക്കുക, പൊന്നൂസ് വ്ലോഗിൽ വരുന്ന കേൾക്കുക, നന്ദനയുടെ വരുന്ന കേൾക്കുക, ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ 3 പേരെയും ഒരു ടൈമിൽ ഇപ്പൊ ഞാൻ ഈ നിർത്തി കണക്ക് മുൾമുനെ നിർത്തി നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എവിടെയൊക്കെയോ ഒരു പൊന്നുമോളെ, പൊന്നോ, നിന്നെയൊക്കെ സംശയത്തോടു കൂടി തന്നെ ജനങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ എടുത്ത് തലയിൽ വെക്കാനായിട്ട് എനിക്കിച്ചിരി ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ പറ്റുന്നവര് പൊക്കിയെടുത്ത് തലയിൽ വെച്ചോട്ടെ. നിങ്ങൾക്ക് കുറെ പേരൊക്കെ കാണുന്നവർക്ക് കുറെ പേർക്ക് അത് പറ്റുമായിരിക്കും. പക്ഷെ പറ്റാത്ത ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. എന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവാറുണ്ട്. ചിലർ ചോദിക്കും അവരെ വെറുതെ വിട്ടൂടെ? നമ്മൾ അവരെ കെട്ടിയിട്ടേക്കൊന്നും അല്ല, നമ്മൾ അവരെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന നിങ്ങളിൽ കുറെ ആളുകൾ പറയുന്നത്, നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവരുടെ ഭാഗത്തുനിന്ന് ഇവരിങ്ങനെ വീണ്ടും വന്നിരുന്നത്, നമ്മൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേഷനാണ്. ആളുകൾ അതിപ്പം ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ രാഷ്ട്രീയപരമാണെങ്കിലും ശരി, വേറെ എന്ത് രീതിയിൽ നമ്മുടെ പൊളിറ്റിക്കൽ, ലൈക്ക് നമുക്ക് സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മൾ ഒബ്സർവ് ചെയ്യും കാര്യങ്ങൾ, എന്നിട്ട് നമ്മൾ അതിനെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് പറയും, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സിനെയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാനുള്ള ഒരു കാര്യം, ഇത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് വന്നിട്ട് ആളുകളെ പറ്റിക്കുന്ന ഒരു സാധനം നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ?
അങ്ങനെ റിയാക്ട് ചെയ്ത് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്ന ഡോളേഴ്സ് എടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ ആരെയും ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞു, ഞാൻ ആ അച്ഛനെ അമ്മയൊക്കെ ആദ്യമേ എനിക്ക് അവരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് സങ്കടമായി. നമ്മളത് അക്സെപ്റ്റ് ചെയ്തു, തെറ്റ് പറ്റിയെന്ന് പറയുക തന്നെ ചെയ്യും, അതിനകത്ത് ഒരു മടിയില്ല. പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തെറ്റുപറ്റി, അതായത് എനിക്ക് തെറ്റുപറ്റിയതാണോ അതോ അവരെന്നെ കൊണ്ട് എന്നെ ഇമോഷണലി എന്നെ പോലുള്ള പല ആളുകളെയും പിടിച്ച് തിരിച്ചു വിട്ടതാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു വേറെ ഒന്ന് രണ്ട് പേരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അവര് കളിച്ച ആ ഒരു ഗെയിം ആണോ എന്ന് വരെ നമുക്ക് സംശയമുണ്ട്. നിങ്ങൾക്കത് കിട്ടാൻ ചാൻസ് ഇല്ല, പക്ഷെ നമുക്കത് കിട്ടും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാര്യം അങ്ങ് അവതരിപ്പിച്ച് വെച്ചത്. ഓക്കെ. പിന്നെ ഈ ഗോകുൽ മോനോട്, മോനെ നല്ല കാര്യം കേട്ടോ, നീ ഇങ്ങനെ തന്നെ വേണോടാ, നീ ഇങ്ങനെ തന്നെ വേണം. നീ എത്ര ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളും നിന്റെ പുറത്ത് വരും, നീ പൊന്നു വിടുവോ അതിനോ ഇനി വേറെ ആരെങ്കിലും വിടുവോ, ഇനി ഏതെങ്കിലുമൊക്കെ ആങ്കേഴ്സ് നേരിട്ടിറങ്ങുമോ നിനക്കെതിരെ? അല്ല, അറിയാൻ പാടില്ല. നീ മറ്റേ ആൽബം പിടുത്തോ, നിന്റെ വീഡിയോയിൽ നീ ഇന്നലെ പറഞ്ഞതാണ് ആൽബം, മറ്റേത് വെഡിങ് ഫോട്ടോഗ്രാഫി നല്ലതാണ്, പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ നീ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? കറക്റ്റ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എടാ മോനെ, നീ കൊള്ളാം കേട്ടാ. നീ എന്നിട്ട് നാട്ടുകാരുടെ ഫ്രണ്ട് എടാ നീ ഉടായ്പാണെങ്കിൽ നീ ഉടായ്പാണെന്ന് തന്നെ പറയണം. എനിക്ക് പറയുന്നുണ്ട് അവൻ ഇന്നലത്തെ വീഡിയോയിൽ, എനിക്ക് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. അവൻ ഇന്നലത്തെ വീഡിയോയിൽ പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് നേരത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവനത് പറഞ്ഞ സ്ഥിതിക്ക്, പക്ഷെ എടാ ഇതൊരു റിലേഷൻഷിപ്പ് ആണോ നീ ആ ഒരു ആങ്കറുമായിട്ട് ഉണ്ടായിരുന്നത്? എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. ആ ചാറ്റ് കണ്ടിട്ട് ഒരു റിലേഷൻഷിപ്പിനകത്തുള്ള ചാറ്റ് പോലെ തോന്നില്ല. ഇത് വേറെന്തോ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു ചാറ്റ് പോലെയാണ് നമുക്ക് തോന്നിയത്. അതിനപ്പോ റിലേഷൻഷിപ്പുമായിട്ട് അത് ഒരു 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 ടൈപ്പ് ഓഫ് ഒരു കുത്തി കാ ബാക്കി പൂരിപ്പിച്ചോ നിങ്ങൾ, അത്രേ ഉള്ളൂ. അത് ഉണ്ടാവും, മനുഷ്യന്മാർക്ക് കുറെ പേർക്ക് ഉണ്ടാവില്ല. അത് തെറ്റാണെന്നൊന്നും, അല്ലെങ്കിൽ അത് ആയിക്കോട്ടെ, നീ കാണിച്ചു, പക്ഷെ വന്നിരുന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കരുത്. നീ ഇന്നലെ തന്നെ അങ്ങ് പറയണമായിരുന്നു, ഞാൻ കുറച്ച് ഉടായിപ്പായിരുന്നേ, ഞാൻ അത്ര നല്ലവനൊന്നും അല്ല എന്നങ്ങ് പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇന്നിപ്പോ ഇവിടെ ഈ ചാറ്റ് പുറത്തു വിട്ടാലും നോ വൺ കേസ്, അല്ലെങ്കിൽ ആരും ഇതെടുത്ത് മൈൻഡ് ചെയ്യാൻ. ഇപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾ സംസാരിച്ചെങ്കിൽ പോലും ആളുകൾ പറയും, വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ തന്നെ പറയും, അവൻ ഇന്നലെ പറഞ്ഞില്ലേ അവൻ ഇച്ചിരി കൂടിയവനാ. പരിപാടി അവിടെ കഴിഞ്ഞു. പക്ഷെ നാട്ടുകാരുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഡീസൻസി കളിക്കുമ്പോഴത്തേക്ക് പണി പാടും. ഇത് നിനക്കൊന്ന് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ, എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.